Yes, Sri Anup Jacob. സർ, സപ്ലൈകോയുടെ വിപണി ഇടപെടലിന് ഇത്തവണത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച തുക പര്യാപ്തമാണോ? കൂടുതൽ തുക ആവശ്യപ്പെട്ട് മന്ത്രിതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? സർ, താങ്കൾക്ക് ബഹുമാനപ്പെട്ട അംഗത്തിന് തന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. താങ്കളുടെ ഭരണകാലത്ത് താങ്കൾ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ 2011-16 കാലയളവിൽ സപ്ലൈകോയ്ക്ക് ഗവൺമെൻറ് കൊടുക്കാനുള്ള വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള തുക 347 കോടി രൂപയാണ്. അന്ന് മുതലേ തന്നെ ആ കുടിശ്ശിക സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ അത്തരം നടപടികളുടെ ഭാഗമായിട്ട് കുറച്ചേറെ ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള നടപടി തന്നെയാണ് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നത്. എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായിട്ടുള്ള തുക ലഭ്യമാക്കാനുള്ള നടപടിയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സപ്ലൈകോയെ സംരക്ഷിക്കാൻ, കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ, മാർക്കറ്റിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്ന കാര്യത്തിലെല്ലാം കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലെ ഗവൺമെൻറ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലവർദ്ധനവ്, വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി ഈ കേരളം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെൻറ് അക്കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് എന്നുള്ളത്. പണം എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി ഈ ബഡ്ജറ്റിൽ 15 കോടി രൂപ അധികമായി ധനമന്ത്രി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പരിഹരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ കുടിശ്ശിക, ആ കാലഘട്ടത്തിലെ കുടിശ്ശിക കേരളത്തിൽ വളരെ കൂടുതലാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്.